നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം നൽകിയ വിധിക്കെതിരെ ഇഡി കക്ഷി ചേരും. തിങ്കളാഴ്ച വിശദമായ വാദം. പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയിലും ഇഡിയുടെ ഹർജി. ജാമ്യം അനുവദിച്ച കോടതിയെ കൊണ്ട് തന്നെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ പോലീസിന്റെ അസാധാരണ നീക്കം. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അപ്രതീക്ഷിത വിയോഗം ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ. 25 സിനിമകൾ സംവിധാനം ചെയ്തു. 75-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. വിടവാങ്ങിയത് മധ്യവർഗ കുടുംബ ചിത്രങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ ചലച്ചിത്രകാരൻ. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം. ശക്തമായ ആക്രമണം ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ. ഹോർമൂസിലെ കപ്പൽ ആക്രമണത്തിൽ തിരിച്ചടിയെന്ന് അമേരിക്ക. അംഗനവാടികൾക്ക് പുതിയ മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗനവാടികളിലേക്ക് പുറത്തുനിന്നും ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണം. നടപടി കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിനു പിന്നാലെ. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ആലപ്പുഴ നൂറനാട് സ്വദേശി പങ്കജാക്ഷന്റെ മരണം ആശുപത്രിയുടെ അനാസ്ഥ കാരണമെന്ന് കുടുംബം. ECG എക്കോ പരിശോധനാ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ കണ്ടിട്ടും രോഗിയെ TMT പരിശോധനയ്ക്ക് വിധേയനാക്കിയെന്ന് കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ലോകകപ്പിൽ ബെൽജിയവും ഈജിപ്തും നോക്കൌട്ടിൽ. ആദ്യ ലോകകപ്പിൽ തന്നെ തോൽവിയറിയാതെ നോക്കൌട്ടിലെത്തിയ കേപ്പ് വെർദേക്ക് ചരിത്ര നേട്ടം. എതിരാളികൾ അർജന്റീന. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയ നടപടിയിൽ പോലീസിന്റെ അസാധാരണ നീക്കം. ജാമ്യം അനുവദിച്ച കോടതിയെ കൊണ്ടുതന്നെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ പോലീസ് ഹർജി നൽകി. ഹർജിയിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. ഇഡി ഉദ്യോഗസ്ഥരെ കേസിൽ കക്ഷി ചേരാനും കോടതി അനുവാദം നൽകി. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരിക്ക് വീഴ്ച പറ്റിയെന്ന് പോലീസ് ആരോപണം ഉന്നയിക്കുമ്പോഴാണ് കേസിൽ ഗൗരവതരമായ തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, എന്തായാലും ജാമ്യം അനുവദിച്ച കോടതി തന്നെ ആ ജാമ്യം റദ്ദാക്കുമോ എന്നറിയാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. പക്ഷേ DGP പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യവും ഈ ഒരു ഘട്ടത്തിൽ നിർണായകം തന്നെയല്ലേ? തീർച്ചയായും ശ്രീജ, ഒരു പ്രധാന നീക്കം അല്ലെങ്കിൽ അസാധാരണ ഒരു നീക്കമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഹരീഷ് കുമാർ, 9ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ്. ആ ജാമ്യം യഥാർത്ഥ വസ്തുതകളിൽ ഒരു വിശദമായ വാദം, അതായത് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വാദമല്ല കോടതിയിൽ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയത്. അതുകൊണ്ട് ആ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അതേ കോടതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം സമീപിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ BNS 483 സെക്ഷൻ 3 പ്രകാരം ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജാമ്യമെങ്കിൽ അത് റദ്ദു ചെയ്യാനായി അതേ കോടതിക്ക് തന്നെ അധികാരം നൽകുന്ന വകുപ്പാണ് 481 സെക്ഷൻ 3. ആ വകുപ്പ് പ്രകാരമാണ് അതേ കോടതിയെ തന്നെ സമീപിച്ച് ആ ജാമ്യം റദ്ദു ചെയ്യാനായി പോലീസ് ഹർജി നൽകിയത്. ആ ഹർജി ഇന്ന് കോടതി ഫയലിൽ സ്വീകരിച്ചു. തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കാനായി കോടതി അത് മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ഈ പ്രതിക്ക് ഹരീഷ് കുമാറിന് ജാമ്യം നൽകണമോ വേണ്ടേ എന്നത് പോലീസ് ഇപ്പോൾ നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി തീരുമാനിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് 12ാം പ്രതിയായ ലെനിൻ രാജിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരുന്നതാണ്. അപ്പോൾ ആ ഹർജിയും തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരേ കേസിൽപ്പെട്ട 2 പ്രതികളാണ്. ഒരാൾക്ക് ജാമ്യം ലഭിച്ചു, മറ്റൊരാൾക്ക് ജാമ്യം ലഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് രണ്ടിനും തിങ്കളാഴ്ച വിശദമായ വാദം കേട്ട ശേഷം ജാമ്യം നൽകണമോ നൽകിയ ജാമ്യം റദ്ദാക്കണമോ എന്ന് കോടതി തീരുമാനിക്കും. അതോടൊപ്പം തന്നെയും ഈ കേസിൽ കക്ഷി ചേരാനായി ഇഡി ഹർജി നൽകിയത്. ഇഡിക്ക് കക്ഷി ചേരാൻ വേണ്ടിയും കോടതി അനുവാദം നൽകിയിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുമ്പോൾ കേസിൽ ഇഡിയും കക്ഷിയാണ്. ഈ ഇഡിക്ക് കക്ഷി ചേരാൻ കോടതി അനുവാദം നൽകിയത് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ, ജില്ലാ സെഷൻസ് കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇഡി. അതായത് ഈ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയ ജാമ്യം നൽകിയ വിധിക്ക് എതിരായാണ് ഹൈക്കോടതിയിൽ ഇഡി സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി ഈ കേസിൽ കക്ഷി ചേരാനായി ഇഡിക്ക് അനുവാദം നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഇഡിയുടെ ഭാഗത്തു നിന്നാലും ഒരു നിർണായക
നിർണായക നീക്കം നടന്നു. ആ നീക്കം ഏറെക്കുറെ ഫലം കണ്ടു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ഈ ഹർജിയിൽ വിശദമായി വാദം കേൾക്കാനായി കോടതി അനുവാദം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഗീനാകുമാരി, പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരായ പരാതിയുമൊക്കെ പോലീസ് DGPക്ക് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. ആ കേസും ഇപ്പോൾ DGP T ആസിഫ് അലി തിങ്കളാഴ്ച പരിശോധിക്കുന്നതാണ്. ഒരുപക്ഷെ അതിലേതെങ്കിലും തുടർ നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ കോടതിയിൽ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ പിടിയിലായ പ്രതികളുടെയൊക്കെ തന്നെ ഫോൺ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നതിന് തെളിവ് കണ്ടിട്ടില്ല, ലഭിച്ചിട്ടില്ല ഇതുവരെ. ഇനി ആ ഫോണുകളൊക്കെ തന്നെ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു ആഹ്വാനം, ആരെങ്കിലും ഒരു കലാപത്തിന് ആഹ്വാനം, ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ എന്നാണ് ഫോണിലൂടെ പരിശോധിക്കേണ്ടത്. നിലവിൽ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ അത് കണ്ടിട്ടില്ല. പക്ഷേ ഇനി ഫോറൻസിക് പരിശോധനയ്ക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീജ. ശരി അൻഫിൽഡ്, എന്തായാലും ഇഡിയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ച കോടതിയെ കൊണ്ട് തന്നെ ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള ഒരു അസാധാരണ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. 50 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ 25 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 1983 മുന്താണിയെ മുടിച്ച എന്ന ചിത്രത്തിലൂടെ നടി ഉർവശിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ സംവിധായകനാണ് അദ്ദേഹം. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. നടി പൂർണിമ ഭാഗ്യരാജാണ് ഭാര്യ. അഭിനേതാക്കളായ ശാന്തനു, ശരണി എന്നിവർ മക്കളാണ്. 5 പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതം. നർമ്മം, പ്രണയം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച് തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഭാഗ്യരാജ് സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ, സാമൂഹിക പശ്ചാത്തലങ്ങൾ എന്നിവ മധ്യവർഗത്തിന്റെ നേർചിത്രങ്ങളായി വരച്ചു കാട്ടപ്പെട്ടു. സിനിമയുടെ മായിക ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ സംവിധായകൻ ഭാരതി രാജയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെയുള്ള കെ ഭാഗ്യരാജിന്റെ അപ്രതീക്ഷിത മരണം തമിഴ് ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി. ഭാരതി രാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ ജീവിതത്തിന്റെ തുടക്കം. 77-ൽ ഭാരതി രാജയുടെ തന്നെ 16 വയതിനിടെ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി തിരശ്ശീലയ്ക്ക് മുന്നിലെത്തി. പിന്നീട് സിഗപ്പ് റോജാക്കൾ എന്ന സിനിമയിലും മുഖം കാണിച്ചു. എന്നാൽ സിനിമാ സംവിധാനത്തോട് എന്നും ഉള്ളിലുണ്ടായിരുന്ന അഭിനിവേശം 2 വർഷത്തിനിപ്പുറം ഭാഗ്യരാജിനെ സുവറില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകന്റെ പദവിയിലെത്തിച്ചു. 25 സിനിമകൾ ഭാഗ്യരാജിന്റെ സംവിധാന മികവിൽ പിറന്നു. 83-ൽ മുന്താണി മുടിച്ച് എന്ന ചിത്രത്തിലൂടെ നടി ഉർവശിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഭാഗ്യരാജാണ്. മൗനഗീതങ്ങൾ, മുന്താണി മുടിച്ച്, ചിന്ന വീട്, എങ്ക ചിന്നരാസ അടക്കമുള്ള ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി. 75ഓളം സിനിമകളിൽ അഭിനയിച്ചു. മധ്യവർഗത്തിന്റെ ജീവിത പോരാട്ടങ്ങളെ ഊഷ്മളതയോടെയും ലാളിത്യത്തോടെയും അദ്ദേഹത്തിന്റെ സിനിമകൾ ചിത്രീകരിച്ചു. അവിസ്മരണീയമായ സംഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ മുഖമുദ്രകളായിരുന്നു. 86-ൽ ജയപ്രദ, ശ്രീദേവി, അനുപം ഖേർ എന്നിവർക്കൊപ്പം അമിതാഭ് ബച്ചനും ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ആഖ്രി രാസ്ത എന്ന സിനിമ സംവിധാനം ചെയ്ത് തമിഴ് സിനിമയ്ക്കപ്പുറത്തേക്കും അദ്ദേഹം തന്റെ സിനിമാ മോഹം വ്യാപിപ്പിച്ചു. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇൻസ്പിറേഷൻ എന്ന കഥ പറച്ചിൽ പരമ്പരയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ വെള്ളൻകോയിൽ കൃഷ്ണസ്വാമി അമരാവതിയമ്മ ദമ്പതികളുടെ മകനായി 1953-ലാണ് ജനനം. ആദ്യ ഭാര്യ പ്രവീണ മരിച്ചതിനു ശേഷമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാളിയുടെ മനസ്സിലിടം നേടിയ പൂർണിമ ജയറാമിനെ വിവാഹം കഴിക്കുന്നത്. ശരണ്യ, സിനിമാ താരമായ ശാന്തനു ഭാഗ്യരാജ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിങ്കളാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം അതീവ നിർണായകം. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിൽ CPM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. കൗൺസിലർ സുഗതന് ജാമ്യത്തിൽ ഇളവ് ലഭിച്ചില്ല എങ്കിൽ പരമാവധി അംഗങ്ങൾ യോഗത്തിൽ വിട്ടുനിന്ന് അവിശ്വാസ പ്രമേയ നീക്കത്തെ നേരിടാനാണ് BJP തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായക നീക്കമാണ് 3 മുന്നണികളും നടത്തുന്നത്. തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് UDF യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭയിലെ ഭരണസ്തംഭനം ഉയർത്തിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയ നീക്കം. എന്നാൽ UDFന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കണമോ എന്നതിൽ LDF വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. രാഷ്ട്രീയ തീരുമാനമായതിനാൽ സംസ്ഥാന നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. രാഷ്ട്രീയ പ്രതിയോഗികളായ UDFുമായി കൂട്ടുകെട്ടുണ്ടായാൽ സംസ്ഥാനത്തത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് LDFിനുള്ളത്. നിലവിൽ കക്ഷിനില അനുസരിച്ച് 101 അംഗ നഗരസഭയിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് 50 അംഗങ്ങളുമായി BJP ഭരിക്കുന്നത്. മറുഭാഗത്ത് LDFന് 29ഉം UDFന് 20 അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണുള്ളത്. ഇതിൽ BJPയുടെ വാഴോട്ടുകുണം കൗൺസിലർ R. സുഗതൻ ജയിലിലായതിനാൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല.
സുഗതന്റെ അസാന്നിധ്യത്തിൽ തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേർന്നാൽ BJPക്ക് 49 അംഗങ്ങൾ മാത്രമാകും. LDF അവിശ്വാസത്തെ പിന്തുണച്ചാൽ പ്രതിപക്ഷത്തും 49 പേർ എന്ന നിലയിൽ ബലാബലത്തിൽ വരും. അപ്പോൾ ഒരു സ്വതന്ത്രൻ ഏറ്റവും നിർണായകവുമാകും. ഈ രീതിയിൽ ബലാബലത്തിന് നിൽക്കാൻ BJP തയ്യാറാകില്ല. സുഗതന്റെ ജാമ്യത്തിനായി പരമാവധി ശ്രമം നടത്തുന്ന BJP മറ്റൊരു തന്ത്രമെന്ന നിലയിൽ അംഗങ്ങൾ കൗൺസിലിൽ നിന്ന് വിട്ടുനിന്ന് അവിശ്വാസ പ്രമേയത്തെ നേരിടാനും ശ്രമിക്കുന്നു. 3 മുന്നണികളും തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിങ്കളാഴ്ചത്തെ കൗൺസിൽ യോഗം അതീവ പ്രാധാന്യമാണ് അർഹിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ജില്ലാ ഘടകമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ. തദ്ദേശ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ മന്ത്രി അഭിപ്രായം പറയേണ്ടതില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ സർക്കാർ ഭയപ്പെടുന്നത് മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷനിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഗവൺമെൻറ് ഭയപ്പെടുന്നത് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ്. വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത കാലവർഷം ഈ സമയത്ത് വന്നു എന്നാണ് പറയുന്നത്. ഇന്നോ നാളെയോ കാലവർഷം ശക്തമായിട്ട് വരും. അത് ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പടരുന്നതാണെന്ന് പോകും. അതിൻ്റെ മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് ഒന്നിച്ചു നിന്ന് ഇപ്പോഴത്തെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട നഗരസഭയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, മേയർ പോലും ഇപ്പോൾ ഒരു ചടങ്ങിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത് ഗൗരവമായിട്ട് കാണണം. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മദ്യനയം PM ശ്രീ വിഷയങ്ങളിൽ UDF തീരുമാനിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മദ്യനയത്തിലും PM ശ്രീയിലും പല ഫയലുകളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. പഴയ സമയം മുതൽ വന്ന ഒരു ഫയലിൽ ടാക്സ് പ്രൊപ്പോസൽ വന്നു എന്ന് കരുതി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് വേണം എന്നുള്ളത് UDFും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് അവസാനമാണ് പറഞ്ഞത്. PM ശ്രീയിലും അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞത്. PM ശ്രീയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങളൊപ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. മദ്യനയത്തിൽ പഴയ സർക്കാർ തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻ മന്ത്രി VN വാസവൻ. വിഷയം ആദ്യം പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യണമായിരുന്നു. മദ്യവുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയത്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ ബക്കാടിയുടെ ഫയലിൽ ഒരു തീരുമാനവും എടുത്തില്ലായിരുന്നുവെന്നും VN വാസവൻ പറഞ്ഞു. ഈ കാര്യത്തിൽ പഴയ സർക്കാരിന് ഇങ്ങനെ വിഷമുണ്ടെങ്കിൽ ആ വിഷം ചൂണ്ടിക്കാണിച്ച് അധികാരത്തിൽ വന്നവർ അത് തിരുത്താനല്ല ശ്രമിക്കേണ്ടത്. അതിന് പകരം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ UDF ആദ്യം ചെയ്യേണ്ടത് എന്താ? UDFൽ ചർച്ച ചെയ്യില്ല. ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. 2 UDFൽ ചർച്ച ചെയ്യണം. അതിനുശേഷം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണം. അതിനുശേഷമായിരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം വരിക. സംസ്ഥാനത്ത് അംഗനവാടികൾക്ക് പുതിയ മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊച്ചിയിൽ 3.5 വയസ്സുകാരി അംഗനവാടിയിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അംഗനവാടികളിലേക്ക് പുറത്തുനിന്നും ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതരെന്ന് നമ്മൾ കരുതുന്ന ഇടത്ത് പുറത്തുനിന്ന് ആൾ, ഇപ്പം ജീവനക്കാരുടെ കുടുംബാംഗങ്ങളായാലും പുറത്തുനിന്ന് ആളുകൾ കയറിയത് അങ്ങേയറ്റം ആശങ്കാജനകമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ അംഗൻവാടികളും ഇത് സംബന്ധിച്ച് സാഹചര്യങ്ങൾ സംബന്ധിച്ചും പുറത്തുനിന്ന് ആളെ കയറ്റാതിരിക്കാനുള്ള റിപ്പോർട്ട് തേടി അത് കുറച്ചുകൂടി കോംപ്രിഹെൻസീവായിട്ട് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാലുടൻ മറ്റ് കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി 29ലേക്ക് മാറ്റി. അതേസമയം പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന SIT സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കും എന്നാണ് SIT റിപ്പോർട്ടിലുള്ളത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണവുമായി കുടുംബം രംഗത്ത്. നെഞ്ചുവേദനയെ തുടർന്ന് പന്തളം ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ ആലപ്പുഴ നൂർനാട് സ്വദേശി പങ്കജാക്ഷന്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ECG എക്കോ ഫലങ്ങളിൽ വ്യതിയാനമുണ്ടായിട്ടും
73കാരനായ രോഗിയെ TMT പരിശോധനയ്ക്ക് വിധേയനാക്കിയതാണ് മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫിന്റെ MDMA വേട്ട. 323 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായിട്ടുണ്ട്. ഗുരുവായൂർ പാവറട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. സ്ത്രീകൾ ഒരാളുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് 2 ഗ്രാം MDMA കണ്ടെടുത്തത്. ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പീച്ചി വാണിയമ്പാറയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ സംഘത്തിലുള്ള ഷിഫാസിന്റെ കാക്കശ്ശേരിയിലെ വീട്ടിൽ നിന്ന് 20 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. തുടർന്ന് ഗുരുവായൂർ പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്ന് 300 ഗ്രാം MDMA പിടികൂടി കണ്ടെടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വർക്കല ക്ലിഫിലും ഐരൂരിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 4 പേർ പിടിയിൽ. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ വ്യാപക മിന്നൽ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പരിശോധനയിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ സെൽവൻ വർക്കല, റിജു വർക്കല, കണ്വാശ്രമം സ്വദേശി ഷറഫുദ്ദീൻ, ശ്രീനിവാസപുരം കല്ലുവിള വീട്ടിൽ സന്തോഷ് കുമാർ എന്നിവരെ വർക്കല പോലീസ് പിടികൂടി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് MDMAയും ടൈഡോൾ ഗുളികകളും പിടികൂടി. കാഞ്ഞിരക്കോട് സ്വദേശികളായ ആദർശ്, സുദീപ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ പോലീസും ഇന്റലിജൻസും ഡാൻസ് ഓഫും ചേർന്നാണ് പരിശോധന നടത്തിയത്. നാല് ജില്ലകളിൽ DMO ഇല്ലാത്ത സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. സ്വന്തമായി ഒരാളെ വിളിച്ച് DMO ആക്കാൻ പറ്റുമോ എന്ന് K മുരളീധരൻ ചോദിച്ചു. DPC ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കയ്യിൽ കിട്ടിയതെന്നും ഉടൻ നടപടി സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തമായിട്ട് ഒരാളെ വിളിച്ച് DMO ആക്കാൻ പറ്റുമോ? DPC ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കയ്യിൽ കിട്ടുന്നത്. നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കും. അതല്ലാതെ എനിക്ക് പോയിട്ട് ഒരാളെ മറ്റേ ഒരു കോർപ്പറേഷൻ ചെയർമാൻ്റെ ആയിട്ട് പകരം ആളാക്കുന്നതാൽ DMO ആക്കാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ DPC ലിസ്റ്റ് കയ്യിൽ തയ്യാറായിട്ടില്ല. തയ്യാറാക്കിയ ശേഷം കയ്യിൽ കിട്ടി സ്വീകരിക്കും. ഇത് തന്നെ സംശയം എന്താ? US ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി US. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ ഡാർ കേന്ദ്രങ്ങളിലടക്കം US സൈന്യം ആക്രമണം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിച്ച് കപ്പലിന് കേടുപാടുണ്ടായി. മറ്റ് 3 ഡ്രോണുകൾ തകർത്തുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. ഒമാൻ തീരത്തെ ദാഹിത്തിന് തെക്ക് കിഴക്കായാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പിന്നാലെ സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ അടച്ചു. ഇതോടെ ഹോർമോസിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇരട്ട ഭൂകമ്പം തകർത്ത വെനസ്വേലയിൽ കടുത്ത ആശങ്കയായി മരണസംഖ്യ ഉയർന്നു. 920 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 3000-ലേറെ പേർക്ക് പരിക്കേറ്റു. വെനസ്വേലയ്ക്ക് കൈത്താങ്ങായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ രംഗത്തുണ്ട്. തകർന്നടിഞ്ഞ 100 കണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെരച്ചിൽ നടത്തുകയാണ്. ഇന്നലെയും ഒട്ടേറെ പേരെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തിയെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. തലസ്ഥാനമായ കാരക്കസിലും ലാഗ്വായ സംസ്ഥാനത്തുമാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ലാഗ്വായ നഗരത്തിലെ 2 പ്രധാന ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെനസ്വേലയിലെ 67.6 ലക്ഷം ജനങ്ങൾ ഭൂകമ്പത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസിലേക്ക് പുറപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് സന്ദർശനം. രാവിലെ 9 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 സീഷെൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. സീഷെൽസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വൃക്ഷത്തൈ നട്ടാണ് മോദിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. വൈകിട്ട് സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ബേസിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി രാത്രി പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനി ആതിഥേയത്വം വഹിക്കുന്ന ഔദ്യോഗിക വിരുന്നിലും പങ്കെടുക്കും. AK ശശീന്ദ്രൻ NCPയിലേക്ക് തിരിച്ചു വരണമെന്ന് NCP-SP നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. ശശീന്ദ്രൻ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അതേസമയം NCP വിട്ടു നിൽക്കുന്നവരും ഇടത് അനുഭാവികളുമായ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും എന്നായിരുന്നു AK ശശീന്ദ്രൻ പ്രതികരിച്ചത്.
പിളർപ്പിന് പിന്നാലെ NCPS കേരള ഘടകം തിരിച്ച് ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ചേരുമോ എന്ന ചോദ്യത്തിനിടെയാണ് AK ശശീന്ദ്രൻ ഉൾപ്പെടെ തിരിച്ചുവരണമെന്ന് NCP-SP നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ ആവശ്യപ്പെട്ടത്. ശശീന്ദ്രനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം, വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറി നിൽക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം ശരത് പവാർ നയിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ പ്രതിനിധിയായി ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് NCP-SP ആണ്. എന്നാൽ ലയനവുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും AK ശശീന്ദ്രൻ നൽകിയിരുന്നില്ല. തങ്ങളുടെ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നേരത്തെ പാർട്ടി വിട്ടവരെ ഒരു കുടക്കീഴിൽ എത്തിക്കുമെന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതികരണം. അല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പല ആളുകളുണ്ട്. അവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ശ്രമം ഞങ്ങൾ 11-ാം തീയതി ജനറൽ ബോഡിക്ക് ശേഷം, കാരണം അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ തീർച്ചയായും ഞങ്ങൾ ആ ശ്രമം നടത്തും. കാരണം ഇങ്ങനെ ദുർബലപ്പെട്ട് നിന്നുകൂടാ. ഇരുപക്ഷവും രണ്ടു ദിശയിൽ തന്നെ തുടരുമെന്ന രീതിയിലാണ് NCP നേതാവ് AC ഷൺമുഖദാസ് അനുസ്മരണ പരിപാടിയും നടത്തിയത്. എരഞ്ഞിക്കലിലെ ഷൺമുഖദാസിന്റെ സ്മൃതി മണ്ഡപത്തിനരികെയാണ് NCP-S വിഭാഗം അനുസ്മരണ പരിപാടി ഒരുക്കിയത്. ഔദ്യോഗിക വിഭാഗം നഗരത്തിലും പരിപാടി ഒരുക്കി. രാവിലെ ഷൺമുഖദാസിന്റെ സ്മൃതി മണ്ഡപത്തിൽ ശശീന്ദ്രൻ ഉൾപ്പെടെ എത്തി പുഷ്പാർച്ചന നടത്തി. തൊട്ടുപിന്നാലെ PC ചാക്കോയും എത്തി പുഷ്പാർച്ചന നടത്തി. ഇരുവരും കാണുന്ന പ്രദേശത്തുണ്ടായിട്ട് പോലും പരസ്പരം മിണ്ടാനോ കാണാനോ ശ്രമിച്ചില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമല സമരം ശക്തമാക്കാൻ BJP CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഴുവൻ കേസുകളും പിൻവലിക്കും വരെ സമരമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട, ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല സമരം ശക്തമാക്കാൻ BJP ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പം മുമ്പാണ് ഇതാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ CBI അന്വേഷണം, അത് CBIക്ക് അടിയന്തരമായ അന്വേഷണം കൈമാറണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, യുവതീ പ്രവേശന സമയത്ത് നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകൾ മുഴുവനും പിൻവലിക്കണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ വന്ന ശേഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF വലിയ രീതിയിൽ പ്രതിഷേധവും സമരവും നടത്തി. എന്നാൽ അധികാരത്തിൽ വന്ന് മാസം ഒന്ന് പിന്നിട്ടിട്ട് പോലും അതേ സംബന്ധിച്ച് എത്രയോ മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നിരുന്നു. എന്നിട്ട് പോലും ആ ഒരു കേസിൽ മാത്രം ശക്തമായ നിലപാട് ഭരണമുന്നണി സ്വീകരിച്ചിട്ടില്ല, UDF സ്വീകരിച്ചില്ല എന്നൊരു ആക്ഷേപമൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ വളരെ ശക്തമായി സംസ്ഥാനത്ത് BJP ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ CBI അന്വേഷണം തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത്, തിങ്കളാഴ്ച ഈ കേസിൽ അവസാനമായ കേസിൽ അന്വേഷണമൊക്കെ പൂർത്തിയായി തിങ്കളാഴ്ച കോടതിയിൽ ഹർജി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അന്വേഷണ സംഘം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് CBI അന്വേഷണത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് BJP കത്ത് നൽകുന്നത്. കേസിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ചോദ്യം ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്ത് അവസാന തെളിവുകളും രേഖകളൊക്കെ സ്വീകരിച്ച ശേഷം അങ്ങനെ ഒരു നീക്കം SITയുടെ ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത് SIT അല്ല CBI ആണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP കത്ത് നൽകുന്നു. ഒപ്പം യുവതീ പ്രവേശന സമയത്തെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു പ്രധാന നീക്കം BJPയുടെ ഭാഗത്ത് ഈ സമയത്ത് നടക്കുന്നത്. ശരി അൻഫിൽഡ്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് BJP. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ ഇപ്പോൾ കീം പ്രവേശന പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുകയാണ്. തത്സമയം സർക്കാർ അംഗീകരിച്ച നോർമലൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച്, ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മുടെ സാമുദായിക, അതുപോലെ തന്നെ പ്രത്യേക സംവരണം, നേറ്റിവിറ്റി, വരുമാനം എന്നിവയ്ക്ക് അർഹമായിട്ടുള്ള കാറ്റഗറി ലിസ്റ്റ് 29-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 30/6/2026 ആരംഭിച്ച് 4/7/2026 അവസാനിക്കുന്നതാണ്. മറ്റ് നടപടികൾക്ക് ശേഷം 8/7/2026 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതാണ്. ഇത് നമ്മൾ AICTയുടെ ഷെഡ്യൂൾ നമ്മുടെ മുമ്പിലുണ്ട്. AICTയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഓഗസ്റ്റ് 14-നകം ബിടെക്കിൻ്റെ അഡ്മിഷൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് സമയബന്ധിതമായിട്ട് അതിന് നേരത്തെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ നിലയിൽ നമ്മൾ ഇത്തവണ CBSE ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കാലതാമസം വന്നെങ്കിൽ കൂടിയും നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും അഡ്മിഷൻ പ്രൊസീജിയറും. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതിയുടെ ആത്മഹത്യ ഭർത്തൃപീഡനത്തെ തുടർന്നെന്ന ആരോപണവുമായി കുടുംബം. ആറ്റുകാൽ സ്വദേശിനി ആരതിയാണ് കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയത്. ഭർത്താവിന്റെ ക്രൂരമായ പീഡനം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് ആരതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭർത്താവ് തന്നെ ശാരീരികമായി ക്രൂരമായി ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ആരതി സ്വന്തം അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു നൽകിയിരുന്നു. സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡിനെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലേക്ക്. ഇറാൻ ഈജിപ്ത് മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി ഈജിപ്തും നോക്കൌട്ടിലെത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിൽ ചാമ്പ്യന്മാരായി സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. അലക്സ് ബയേനിയാണ് ഗോൾ നേടിയത്. സൗദി അറേബ്യയുമായുള്ള മത്സരം സമനിലയിലായതോടെ കേപ്പ് വെർദെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ട് ഉറപ്പിച്ചു. ആദ്യ ലോകകപ്പിൽ നോക്കൌട്ടിലെത്തിയ ചരിത്ര നേട്ടത്തിലാണ് കേപ്പ് വെർദെ. തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെ ഈ നേട്ടം സ്വന്തമാക്കിയത്. കളിച്ച 3 കളികളിലും സമനിലയാണ്. തോൽവിയോടെ ഉറുഗ്വെ പുറത്തായി. നോക്കൌട്ടിൽ കേപ്പ് വെർദെയാണ് അർജന്റീനയുടെ എതിരാളികൾ. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.